മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലുടനീളം അദ്ദേഹം ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ RSS അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന സർക്കാരുകൾ എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നത്, ഒപ്പം ക്രിസ്മസ് ആഘോഷങ്ങളെ എങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഇതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിനെ സാധിക്കൂ, ഇടതുപക്ഷം മാത്രമേ അതിന് ശേഷിയുള്ളൂ എന്ന ഒരു പ്രതീതി കൂടി സൃഷ്ടിക്കുന്നുണ്ടല്ലോ. കാരണം ഇപ്പോൾ സംഘപരിവാറിന് ഏറ്റവും കൂടുതൽ, RSSന് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളത് കേരളത്തിലാണ് എന്ന് അവർ അവകാശപ്പെടുമ്പോഴാണ് കേരളത്തിൽ ഒരിക്കൽ പോലും BJPക്ക് പിടിമുറുക്കാനോ അവർക്ക് ഭരണത്തിലേറാനോ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന് പറയുന്നത്. അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സ്ട്രോങ് ആയതുകൊണ്ടും ഇടതുപക്ഷത്തിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും പരിഗണനയുള്ളതുകൊണ്ടും ആണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇനിയും ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണോ മുഖ്യമന്ത്രി ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതുതന്നെയാണ്. കോൺഗ്രസിന് RSSനെ പ്രതിരോധിക്കാൻ, BJPയെ പ്രതിരോധിക്കാൻ കേരളത്തിൽ കഴിയില്ല. അത് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം പോയതൊക്കെ പറഞ്ഞ് അത് കൂട്ടുകെട്ട് പറയുമ്പോഴും പാലക്കാട് എന്തുകൊണ്ട് കോൺഗ്രസ് അവിടെ പന്തളത്ത് BJP ഭരിച്ച നഗരസഭ ഇടതുമുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു, അവിടെ ഇടതുമുന്നണിയായിരുന്നു 2ാം സ്ഥാനത്ത് നേരത്തെ ഉണ്ടായിരുന്നത്, അത് മുന്നിലേക്ക് വരുന്നു. പക്ഷേ പാലക്കാട് അത് സംഭവിക്കുന്നില്ല. അവിടെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് ആയിരുന്നു, അവിടെ ഇപ്പോഴും BJPക്ക് സ്വാധീനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കണക്കുകൾ കൂടി നിർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി BJPയെ പ്രതിരോധിക്കാൻ, RSSനെ പ്രതിരോധിക്കാൻ കഴിയാവുന്ന ഒരു മുന്നണിയല്ല UDF എന്നുകൂടി സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അത് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ UDF വിശ്വസിച്ച് നിൽക്കുന്നെങ്കിൽ കൂടി അത് ഗുണം ചെയ്യില്ല എന്നൊരു സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. പകരം CPMനെ ഇടതുപക്ഷത്തെ നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാം എന്ന് പറയുകയാണ്. അതായത് അകന്നു പോകുന്നവരെ കുറച്ചുകൂടി അടുപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ് ആ നീക്കം. രണ്ട് ഭാഗത്തു നിന്നും, അതായത് അത് മുസ്ലിം സമുദായത്തെ മാത്രമല്ല ക്രിസ്ത്യൻ സമുദായത്തെയും ഒരുമിച്ച് നിർത്താൻ, അടുപ്പിച്ച് നിർത്താൻ CPM ശ്രമിക്കുകയാണ്. അത്തരമൊരു വലിയൊരു മുന്നേറ്റം CPMന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടായെങ്കിൽ കാരണം ഈ രണ്ട് വിഭാഗങ്ങളും 2016 മുതൽ ഈ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിലുള്ള ഇടപെടലിലൂടെ വലിയൊരു നേട്ടം CPM ഉണ്ടാക്കിയിരുന്നു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആ ഒരു നേട്ടം ഉണ്ടാക്കിയിരുന്നു. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് 2021 ആകുമ്പോൾ ഒരു പരിധിവരെ വീണ്ടും ചെറിയൊരു അകൽച്ചയൊക്കെ ഉണ്ടായെങ്കിലും ക്രൈസ്തവ വിഭാഗങ്ങളും അതുപോലെ മുസ്ലിം വിഭാഗങ്ങളും പരമ്പരാഗതമായി CPMന് നൽകാത്ത വോട്ട് CPM ചിഹ്നത്തിലേക്ക് പോലും വരും തരത്തിലേക്ക് അടുത്തിരുന്നു. ആ ഒരു അടുപ്പം കുറയുന്നു. അടുപ്പം കുറയുന്നത് മാത്രമല്ല പൂർണ്ണമായും തങ്ങളെ കൈവിടുന്നു ന്യൂനപക്ഷങ്ങൾ എന്നൊരു തോന്നൽ CPMനുണ്ട്. സ്വാധീന മേഖലകളിലെ വോട്ടുകൾ കൊണ്ട് മാത്രം ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ തുടർച്ച ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് CPM തിരിച്ചറിയുന്നു. അപ്പോൾ വലിയൊരു തിരിച്ചടി, ഒരു ലാൻഡ് സ്ലൈഡ് മജോറിറ്റി ഈ മലബാർ മേഖലകൾ, കണ്ണൂർ കാസർഗോഡ് മാറ്റി നിർത്തിയാൽ ഈ മുസ്ലിം ഭൂരിപക്ഷം മറ്റു മേഖലകൾ, മലപ്പുറം അടക്കമുള്ള ഇടങ്ങളിൽ, കോഴിക്കോട് പോലുള്ള CPMന്റെ സ്വാധീന മേഖലകളിൽ പോലും അവിടെ മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമാണ്. കോട്ടയത്ത്, ഇടുക്കിയിലുമൊക്കെ പത്തനംതിട്ടയിലുമൊക്കെ ക്രൈസ്തവ വോട്ടുകൾ വളരെ നിർണായകമാണ്. അവിടെയൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ നിലനിർത്താനായില്ലെങ്കിൽ ഭരണം തുടരുക എന്ന എളുപ്പമല്ലെന്ന് CPM തിരിച്ചറിയുന്നു. ഭരണവിരുദ്ധ വികാരത്തെയൊക്കെ മറികടന്നുകൊണ്ട്, മറ്റ് സർക്കാരിൻ്റെ വിഷയങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് വേണം ഭരണം നിലനിർത്താൻ. അപ്പോൾ ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ പൂർണ്ണമായും കൈവിട്ടാൽ അതിന് കഴിയില്ല എന്ന കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയും CPMും തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഇത്തരം ഒരു മാറ്റത്തിലേക്ക് CPM പോകുന്നത്. നേരത്തെ ഞങ്ങൾ ന്യൂനപക്ഷത്തിനൊപ്പമാണ്, ഒരിക്കലും അതിൽ നിന്ന് പിന്നോട്ട് പോയില്ല എന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ് മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ സംസ്ഥയുടെ സമ്മേളനത്തിലും അതുപോലെ തന്നെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലും ഒക്കെ ചെയ്യുന്നത്. യെസ്, അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കൂടി പുറത്തു വരുമ്പോൾ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPIM വളരെ വ്യക്തമായി വിശകലനം ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇടതുപക്ഷത്തോടൊപ്പം ന്യൂനപക്ഷത്തെ എല്ലാ കാലവും ചേർത്ത് നിർത്തുക എന്ന ഒരു സമീപനം, അത് തുടരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അകന്നു പോകുന്ന ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താനുള്ള നടപടികൾ, ഇടപെടലുകൾ CPMന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ന്യൂനപക്ഷ